പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാനുള്ള പ്രമേയം നിയമമന്ത്രി അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് സഭ പിരിഞ്ഞത്. അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ പാർലമെന്റിനകത്തും പുറത്തും ഇന്നും പ്രതിഷേധം അലതല്ലി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ദിനവും ഭരണ പ്രതിപക്ഷ ബഹളത്താൽ കലുഷിതമായിരുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തിനു മുമ്പ് കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്ത് BJPയും പ്രതിഷേധിച്ചു. ലോക്സഭാ സമ്മേളനം തുടങ്ങിയ ഉടൻ അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നടുത്തളത്തിലിറങ്ങി. ലോക്സഭ കൂടിയ ഉടൻ തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടാനുള്ള പ്രമേയം നിയമമന്ത്രി അവതരിപ്പിച്ചതിന് പിന്നാലെ സഭ പിരിയുകയായിരുന്നു. 39 അംഗ സമിതിയാണ് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുക. പാർലമെന്റിന് പുറത്തും അരങ്ങേറിയത് വലിയ പ്രതിഷേധമാണ്. അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടും രാഹുൽ ഗാന്ധിക്കെതിരായ കേസിൽ പ്രതിഷേധിച്ചും ഇന്ത്യ സഖ്യ MPമാർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർക്കൊപ്പം NCP, ശിവസേന, ഉദ്ധവ് വിഭാഗം, DMK തുടങ്ങിയ ഘടകകക്ഷികളും അണിനിരന്നു. അയാം അംബേദ്കർ എന്നെഴുതിയ പ്ലക്കാർഡുമായിട്ടാണ് ഇന്ത്യ മുന്നണി MPമാർ മാർച്ച് നടത്തിയത്. അമിത്ഷാ മാപ്പ് പറഞ്ഞേ മതിയാവൂ എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇവിടെ അംബേദ്കറെ അപമാനിച്ചതിന് മാപ്പ് പറയണം. ഈ രാജ്യത്ത് ഏറ്റവും വലിയ അപമാനപരമായ സ്റ്റേറ്റ്മെന്റിൽ ഇപ്പൊ ട്വിറ്ററിനെ കൊണ്ട് പിൻവലിപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണ് കേസെടുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഈ രാജ്യത്ത് ജനാധിപത്യമുണ്ട്. ഇപ്പം സ്വാഭാവികമായിട്ടും സമരം ചെയ്യാനുള്ള അവകാശം പ്രതിപക്ഷത്തിന്റെ അവകാശമല്ലേ, അവിടെ എല്ലാം നിരോധിക്കുകയാണെന്ന് പറയുന്നത്. ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം മുതൽ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം പാർലമെന്റ് സ്തംഭിപ്പിച്ചിരുന്നു. പ്രതിഷേധങ്ങൾക്കിടയിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ അവതരിപ്പിച്ചതും ദുരന്ത നിവാരണ ഭേദഗതി ബിൽ, ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ, റെയിൽവേ ബിൽ തുടങ്ങിയവ പാസാക്കാനായതും നേട്ടമായി. ന്യൂസ് ഡെസ്ക്, അമൃത TV.